Hi all, I'm Midhun. Welcome to Codigo, the Coding Hub. നമ്മൾ ഇന്ന് പൈത്തണിൽ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫങ്ഷൻസ്. ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യണം. ലോട്ട് ഓഫ് കൺസെപ്റ്റ്സ് ഉണ്ട് അതിനകത്ത്. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പല കാര്യങ്ങളും പറയുമ്പോൾ ഫങ്ഷൻ എന്ന് പറയുന്ന വേർഡ് കയറി വരും. ഇപ്പൊ ഞാൻ ഇന്നലെ പ്രിന്റ് അല്ലെ, നമ്മൾ ഇന്നലെ സ്റ്റാർട്ടിങ്ങിൽ ഹലോ വേൾഡ് പ്രോഗ്രാം ചെയ്തു. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിന്റ് ഒരു ഫംഗ്ഷൻ ആണ്. അതുപോലെ ടൈപ്പ്, നമ്മൾ ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ് പറഞ്ഞപ്പോൾ ടൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ്, അവിടെ എന്ത് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കുറെ ഡൗട്ട്സ് നിങ്ങൾക്ക് വരും. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ ഫംഗ്ഷൻ. അപ്പൊ ആ ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ എത്ര ടൈപ്സ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഇതിൽ തരാൻ പോകുന്നത്. പിന്നെ പ്രിന്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, സോ ഇന്ന് നമുക്ക് പ്രിന്റ് ഫംഗ്ഷൻ ആൻഡ് വാട്ട് അബൌട്ട് ഫംഗ്ഷൻസ്, ഇതാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ ഈ പ്രിന്റ് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പറഞ്ഞു. ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഹലോ വേൾഡ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഡബിൾ കോട്ടിൽ ഇട്ടത്? യു നോ ദ ആൻസർ ഐ തിങ്ക്. എന്തുകൊണ്ടാ? കാരണം അത് സ്ട്രിങ് ആണ്. ഞാൻ പറഞ്ഞ ഗോൾഡൻ റൂൾ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. എന്ത് ആയാലും ഡബിൾ കോട്ടിലോ സിംഗിൾ കോട്ടിലോ ഇട്ടാൽ അത് സ്ട്രിങ് ആണ്. സോ ദിസ് വിൽ ബി എ സ്ട്രിങ് അല്ലെ. നമ്മൾ ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ വാല്യൂ ഒന്നല്ല, സോറി വാല്യൂ ആണ്, ഒരു വേരിയബിൾ അല്ല. ഓക്കെ, അപ്പൊ ഒരു വാല്യൂ ആണ് ഹലോ വേൾഡ് എന്ന് പറയുന്നത് അല്ലെ. ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്, ഒരു ഡാറ്റയാണ്. അപ്പൊ ആ ഡാറ്റ ടൈപ്പ് എന്താ? സ്ട്രിങ് ആണ് അല്ലെ. അപ്പൊ സ്ട്രിങ് ആയതുകൊണ്ടാണ് ഡബിൾ കോട്ടിൽ ഇട്ടത്. നേരെ തിരിച്ച് ഇപ്പൊ അതൊരു പ്രിന്റ് 100 എന്നിട്ടു, ഇതിന് ഡബിൾ കോട്ടിന്റെ ആവശ്യമുണ്ടോ? ഇസ് ദാറ്റ് നെസസറി? നോ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. യു വിൽ ഗെറ്റ് ഔട്ട്പുട്ട് 100 ഹിയർ. യാ, സോ എന്തുകൊണ്ടാണ് അവിടെ ഡബിൾ കോട്ട് വേണ്ടാത്തത്? കാരണം 100 എന്ന് പറയുന്നത് ഒരു നമ്പർ വാല്യൂ ആണ് അല്ലെ, ഒരു ഡാറ്റ. ആ ഡാറ്റയുടെ ടൈപ്പ് നമ്പർ ആണ്, അല്ലെങ്കിൽ ഇന്റിജർ ആണ് അല്ലെ. നമ്മൾ മോർ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇന്റ് ആണ്. ബട്ട് ഹലോ വേൾഡ് എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ആ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിങ് ആണ്. സോ ദാറ്റ്സ് വൈ നമ്മൾ ഡബിൾ കോട്ടിലോ സിംഗിൾ കോട്ടിലോ ഇടേണ്ടത്. ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രിന്റ് എന്തിനാ ഡബിൾ കോട്ട് ഇടുന്നത്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന്. ഓക്കെ, നൗ കംസ് ടു ദ ഫംഗ്ഷൻ. പ്രിന്റ് ഇസ് എ ഫംഗ്ഷൻ. ഓക്കെ, സോ ലെറ്റ് മീ take my notepad. Okay, so what is a function? What is a function? Okay, ഫംഗ്ഷൻ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും നിങ്ങൾക്ക് മുന്നേ ഓൾറെഡി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ച ഒരാളാണെങ്കിൽ ഫംഗ്ഷനെ പറ്റി പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇറ്റ്സ് വെരി സിമ്പിൾ, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഞാനൊരു റിയൽ വേൾഡുമായിട്ട് കൺസെപ്റ്റ്, നമ്മൾ ഇനി ഈ സീരീസിൽ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും, പ്രോഗ്രാമിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് മോർ ഫൺ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ആയിരിക്കും എല്ലാ ടോപ്പിക്കും നമ്മൾ റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മെഷീൻസ് പോലെയാണ്. മെഷീൻ അല്ലെ, വാഷിംഗ് മെഷീൻ, മിക്സി അല്ലെ, വേറെ എന്താ, നമ്മൾ മൈക്രോവേവ് ഓവൻ, ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള പല പല മെഷീൻസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ അല്ലെ. ഇലക്ട്രോണിക് ഡിവൈസ് ആയാലും മെഷീൻസ് ആയാലും പല ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. ഇതുപോലെയാണ് പ്രോഗ്രാമിംഗ് വേൾഡിലെ ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. നിങ്ങൾ ഇരിക്കണേ, ഇതെന്താ ബന്ധം ഉണ്ട്, ഐ വിൽ എക്സ്പ്ലെയിൻ. നമ്മുടെ വീട്ടിലൊരു വാഷിംഗ് മെഷീൻ ഉണ്ടെന്നായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് എ വാഷിംഗ് മെഷീൻ. ഈ വാഷിംഗ് മെഷീനിൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ആദ്യം പ്ലഗ് ചെയ്യണം അല്ലേ. സോ വി നീഡ് ടു പ്ലഗ് ഇറ്റ്. ഓക്കെ, പ്ലഗ് ചെയ്യണം, എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യണം. സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മൾ ഇതിലേക്ക് വെള്ളം അല്ലെ, വാട്ടർ ആഡ് ചെയ്യണം. നമ്മൾ സോപ്പ് പൗഡർ അല്ലെ, പൗഡർ ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് അലക്കേണ്ട ക്ലോത്ത്സ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, സോ വാട്ടർ, പൗഡർ ആൻഡ് ക്ലോത്ത്സ്, ഇത് മൂന്നുമാണ് ഏതിന്റെ? ഈ വാഷിംഗ് മെഷീന്റെ ഇൻപുട്സ് അല്ലെ. ഇൻപുട്സ് മീൻസ് ആ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യേണ്ട അല്ലെ, നമ്മൾ എന്താണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത് അത് അല്ലെ. വെരി ക്ലിയർ. ഔട്ട്പുട്ട് എന്താ? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ വാഷിംഗ് മെഷീൻ ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ വാഷ്ഡ് അല്ലെങ്കിൽ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത, അഡ്വാൻസ് വാഷിംഗ് മെഷീൻ ഒക്കെ ആണെങ്കിൽ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കിട്ടിയ ക്ലോത്ത്സ് ആയിരിക്കും. നമുക്ക് ജസ്റ്റ് വാഷ്ഡ് ക്ലോത്ത്സ് എഴുതാം, വാഷ്ഡ് ക്ലോത്ത്സ്. അപ്പൊ ഇവിടെ ഇതിനുള്ളിൽ എന്തൊക്കെയോ പ്രൊസീജിയർ നടക്കുന്നുണ്ട് അല്ലെ. സംതിങ് ഹാപ്പൻഡ്, സം പ്രോസസ് ഹാപ്പൻഡ്.
ഈ പ്രോസസ്സ് നമ്മൾ എങ്ങനെയാണോ ആ വാഷിംഗ് മെഷീൻ ആ മെഷീൻ എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്തത് അതനുസരിച്ചിട്ട് അത് വർക്ക് ചെയ്യും. റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് സെയിം തിങ് ഹാപ്പൻഡ് ഇൻ ഫംഗ്ഷൻ ഓൾസോ. ഇപ്പൊ നമ്മൾ ഇവിടെ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ ഇവിടെ വാഷിംഗ് മെഷീന്റെ മുകളിൽ സ്വിച്ച് ഉണ്ടാവും അല്ലെ, ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻപുട്ടിനെ വെച്ചിട്ട് അല്ലെ, ഇവിടെ ഇൻപുട്സ് ഉണ്ട്, ഈ ഇൻപുട്സ് നമ്മുടെ വാഷിംഗ് മെഷീന്റെ കേസ് നമ്മുടെ ഇൻപുട്സ് എന്തൊക്കെയാ, വാട്ടർ, പൗഡർ, ക്ലോത്ത്സ്. ഈ ഇൻപുട്ട് വെച്ചിട്ട് ഈ വാഷിംഗ് മെഷീൻ പ്രോസസ് ചെയ്യുന്നു, തിരിച്ച് ഔട്ട്പുട്ട് തിരിച്ചു കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ വെരി ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ നമ്മുടെ വീടുമായിട്ട് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് അല്ല, ഇൻഡിപെൻഡന്റ് ആണ് നമ്മളെ വീട്ടിൽ അല്ലെ. കറണ്ടും വെള്ളവും കിട്ടുന്ന ഏത് അല്ലെ, പവർ മീൻസ് പവർ അല്ലെ, ഇലക്ട്രിസിറ്റി, അതും വെളിച്ചവും പവറും വെള്ളവും കിട്ടുന്ന എവിടെ വേണ്ടിക്കും നമുക്ക് എന്ത് ചെയ്യാം, വാഷിംഗ് മെഷീൻ കൊണ്ടുപോകാം. റൈറ്റ്. ഇന്നിപ്പോ എന്റെ വീട്ടിലുള്ളത്, നാളെ ഞാൻ വീട് മാറിപ്പോവാണ്, ഐ ക്യാൻ ടേക്ക് ഇറ്റ് അല്ലെ. അല്ലെ ഇന്ന് എനിക്ക് ഓഫീസിലേക്ക് വാഷിംഗ് മെഷീന്റെ ആവശ്യമുണ്ട്, അത് കൊണ്ടുപോകാനുള്ള ഒരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ടേക്ക് ഇറ്റ്. റൈറ്റ്. സോ ദിസ് ഇസ് ഇൻഡിപെൻഡന്റ് ടു ഹൗസ് അല്ലെ. ബട്ട് നിങ്ങളുടെ വീട്ടിലുള്ള അടുപ്പ് ആലോചിച്ച് നോക്കേ. അടുപ്പ് അറിയാലോ നിങ്ങൾക്ക്, ഏതാ, ഗ്യാസ് അടുപ്പല്ല, നമ്മൾ നോർമലി ഉണ്ടാകുന്ന ഒരു അടുപ്പില്ലേ, വീട്ടിൽ ഉണ്ടാക്കുന്ന വിറകടുപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനമല്ലേ. ആ സാധനം നമുക്ക് ഇന്ന് ഓഫീസിലേക്ക് കുക്ക് ചെയ്യാനുണ്ട്, അത് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല അല്ലെ, അത് പൊളിച്ചുകൊണ്ട് കൊണ്ടുവരും. സോ ദാറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ടു യു ഹോം. ആ ഹോമുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഹോമിൽ അഫക്റ്റഡ് ആണ് അല്ലെ. ബട്ട് ദിസ് വാഷിംഗ് മെഷീൻ ഈസ് ഇൻഡിപെൻഡന്റ്. ഇതേപോലെ തന്നെയാണ് ഫംഗ്ഷൻ. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ഡെഫിനിഷൻ എന്നല്ല, നമുക്ക് പറയാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു രീതിയിൽ. ഫംഗ്ഷൻ ഈസ് എ സെറ്റ് ഓഫ് കോഡ്സ്, that is for a specific task. ഇവിടെ നമ്മൾ ഒരു ചെറിയ വേർഡ് കൂടി ആഡ് ചെയ്യും, സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് കോഡ്. സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് കോഡ്, സെറ്റ് എന്ന് പറയാം അല്ലെ കളക്ഷൻ ഓഫ് കോഡ്സ് എന്ന് പറയാം. ഓക്കെ, ഇതൊരു ഡെഫിനിഷൻ പോലെയല്ല, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. Set of independent code that is for a specific task. What do you mean by that? Independent code. നമ്മളൊരു ഫയലിൽ, നമ്മളിപ്പോ ഇവിടെ പൈച്ചാം അല്ലെ, നമ്മളിപ്പോ ഇവിടെ പൈച്ചാമിൽ കുറെ കോഡ് എഴുതി, നമ്മളൊരു കളക്ഷൻ ഓഫ് കോഡ് ഉണ്ടെന്നായിരിക്കും. ആ കോഡ് മറ്റു കോഡുകളായിട്ടൊന്നും യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ ഈ പറഞ്ഞ കളക്ഷൻ ഓഫ് കോഡ് ഉണ്ടോ, കളക്ഷൻ ഓഫ് കോഡ് അല്ലെ സെറ്റ് ഓഫ് കോഡ് എന്ന് പറയുന്നത് കുറെ ലൈൻ ഓഫ് കോഡ് അല്ലെ, 3-4 ലൈൻ ഓഫ് കോഡ്. ഈ കോഡിനെ എവിടെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാലും അത് വർക്ക് ചെയ്യണം. ഇവിടെയുള്ള ഈ ഫയലിൽ, ഇപ്പൊ ഇതൊരു ഫയലല്ലേ, ഈ ഫയലിലുള്ള മറ്റ് കോഡുകളായിട്ട് അതിനൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് കോഡ്സ് എന്ന് പറയുന്നത്. You got the idea, right? So set of independent code that is for a specific task. എന്തോ ഒരു ടാസ്കിന് വേണ്ടിയിട്ട്, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. എന്തോ ഒരു സ്പെസിഫിക് ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി എഴുതിയിരിക്കുന്ന അല്ലെ, എന്തോ ഒരു ടാസ്ക്, whatever it is. വാഷിംഗ് മെഷീനിലാണെങ്കിൽ തുണി അലക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രോഗ്രാമിങ്ങിൽ വരുമ്പോൾ എനിത്തിങ് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതാം അല്ലെ. അത് എന്ത് ടാസ്ക് ആണെന്നുള്ളത് നമുക്ക് എഴുതി വെക്കാം, അവർ ലോജിക്, റൈറ്റ്? സോ അങ്ങനെ എന്തോ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല, എന്താ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ മറ്റു കോഡുകളായിട്ടൊന്നും ബന്ധം ഉണ്ടാവില്ല. ഓക്കെ, ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ഓഫ് കോഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. ബട്ട് ഹൗ ഇറ്റ് ഈസ് ആക്ച്വലി റിലേറ്റിംഗ് ടു ദ വാഷിംഗ് മെഷീൻ? ഓഫ് കോഴ്സ്, നിങ്ങളൊരു കുറെ കോഡ് എഴുതി, ഒരു 4-5 ലൈൻസ് ഓഫ് കോഡ് എഴുതി. അതായത് എന്തോ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഡ് എഴുതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻപുട്ട് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ 10 നമ്പേഴ്സ് കൊടുത്തിട്ട് 10 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനായിരിക്കും. ഈ 10 നമ്പേഴ്സ് ആണ് 1, 2 ഇങ്ങനെ കുറെ നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് ആണ് ഇതിന്റെ ഇൻപുട്ട്. ഇതേപോലെ ഇൻപുട്ട് കൊടുക്കുന്നു. ഇവിടെ ആ നമ്പേഴ്സിനെ സം ചെയ്യാനുള്ള, സം കണ്ടുപിടിക്കാനുള്ള ലോജിക് ഞാനിവിടെ എഴുതുന്നു. സോ ഇവിടെ എന്താണോ നമ്മൾ വാഷിംഗ് മെഷീൻ അലക്കുക എന്നുള്ളതാണ്, ഇവിടെ സം കാണാനുള്ള ലോജിക്കാണ്. കണ്ടിട്ട് തിരിച്ചിടുന്ന ഔട്ട്പുട്ട്. ദാറ്റ്സ് ഇറ്റ്. ഇതും ഈ സെറ്റ് ഓഫ് കോഡ്സും ഇൻഡിപെൻഡന്റ് ആണ്, ഈ പറയുന്ന വാഷിംഗ് മെഷീനും ഇൻഡിപെൻഡന്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. സോ ഫംഗ്ഷൻ ഈസ് സിമിലർ ടു അവർ മെഷീൻസ് ഇൻ ഹോം, അല്ലെങ്കിൽ whatever മെഷീൻ, ഹോം ഓർ എവിടെ ആയിക്കോട്ടെ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മെഷീൻസ്. വെരി ഈസി, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ പ്രിന്റ് പറയുന്നു.
പ്രിന്റ്. നിങ്ങൾ ചോദിക്കും എവിടെയാണ് ഇവിടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എവിടെയാണ് പറയാം. ഓക്കെ, ഓക്കെ, ഓക്കെ. ഫങ്ഷൻ ആക്ച്വലി രണ്ട് ടൈപ്പിലുണ്ട്. ഓക്കെ, ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ, ഓക്കെ. രണ്ട് ബിൽറ്റ് ഇൻ ഫങ്ഷൻ. ബിൽറ്റ് ഇൻ ഫങ്ഷൻ, ഓക്കെ, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. ഓക്കെ, ഫങ്ഷന് പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം ലേറ്റർ. സോ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ആൻഡ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ. ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്പർ ഓഫ് കോഡ്സ്, സെറ്റ് ഓഫ് കോഡ്സ്, അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ പൈത്തൺ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് അത് യൂസ് ചെയ്യുക മാത്രമേ വേണ്ടൂ. ഓക്കെ, ജസ്റ്റ് യൂസ് ഇറ്റ്. ഓൾറെഡി ബിൽറ്റ് ഇൻ ആണ്, നമ്മളൊന്നും ചെയ്യണ്ട. ലോജിക് ഒക്കെ ഓൾറെഡി ഉണ്ട്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഡിഫൈൻ അവർ ഓൺ ഫംഗ്ഷൻ. അതെന്താ അതിന്റെ ആ ഡ്യൂട്ടി നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പം ഇതാണ് ഒരു ഫംഗ്ഷൻ എങ്കിൽ ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു, അല്ലെ, ഇൻപുട്ട് കൊടുക്കുന്നു, നമ്മളത് പ്രോസസ് ചെയ്യുന്നു, അല്ലെ, പ്രോസസ് ചെയ്യുന്നു, തിരിച്ച് ഔട്ട്പുട്ട് കൊടുക്കുന്നു. അപ്പൊ ഈ പ്രോസസ് ചെയ്യുന്ന ഈ പ്രോസസ് എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, വി ക്യാൻ ഡിഫൈൻ. അതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് പ്രോസസ്, ഇവിടെ എഴുതുന്ന ലോജിക് എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. സോ we define the logic. Okay, ഇവിടെ just use it. അപ്പോ print എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണോ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണോ? ഓഫ് കോഴ്സ് നമ്മൾ അതിന്റെ ലോജിക് ഒന്നും എഴുതിയിട്ടില്ല. അത് പൈത്തൺ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാ. നമുക്ക് ഇതുവരെ ഫംഗ്ഷൻ എഴുതാൻ, ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്കറിയില്ല, അല്ലേ? സോ പ്രിന്റ് എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ല, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഈ ഒരു ഇതിനെ പറയാ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ്. ഫംഗ്ഷന്റെ ഡെഫിനിഷനും ഉണ്ടാവും ഫംഗ്ഷൻ കോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലേ, കുറെ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, അതിന് പറയാ ഡെഫിനിഷൻ എന്നാണ്. ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. അതായത് നമ്മൾ വാഷിംഗ് മെഷീനെ സ്വിച്ച് ഓൺ ആക്കൂലേ, നമ്മൾ എല്ലാ മെറ്റീരിയൽസും ഇട്ട് ഇൻപുട്ടും കൊടുത്തിട്ട് വാഷിംഗ് മെഷീനെ ഓൺ ആക്കൂലേ, ആ ഓൺ ആക്കുന്ന അതേ സെയിം പ്രൊസീജിയർ ആണ് ഈ പറയുന്ന കോളിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന്. അതായത് ആ ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ആക്റ്റീവ് ആക്കുക, അതിനെ വർക്ക് ചെയ്യിപ്പിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അതേ കൺസെപ്റ്റ് ആണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഐ മീൻ ഈ ദിസ് ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഫംഗ്ഷൻ കോളിംഗും ഫംഗ്ഷൻ ഡെഫിനിഷനും ഒക്കെ. ബട്ട് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രിന്റ് ഈസ് നൗ എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇതിന്റെ ഡെഫിനിഷൻ, ഇത് എന്താണോ ഇതിന്റെ ലോജിക് കാര്യങ്ങളൊന്നും നമ്മൾ എഴുതിയതല്ല, ഇതൊക്കെ ഓൾറെഡി പൈത്തൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രിന്റ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ പേരാണ്, നെയിം ഓഫ് ദ ഫംഗ്ഷൻ. ആൻഡ് ഇൻ ദ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ പ്രിന്റ് 100 എന്ന് കൊടുത്തു, ഈ ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻപുട്ട് കൊടുക്കുക. സോ വാട്ട് എവർ നമുക്ക് എന്താണോ ഇൻപുട്ട് കൊടുക്കേണ്ടത് അത് കൊടുക്കുന്നത് ഇതിന്റെ ഉള്ളിലാണ്. സോ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വാഷിംഗ് മെഷീൻ എന്നുള്ള രീതിയിൽ പ്രിന്റ് ഒരു ഫംഗ്ഷൻ ആണ്, അതിന് ഇൻപുട്ട് കൊടുക്കുന്നത്. എന്താ ഇൻപുട്ട്? നമ്മളിപ്പോൾ 100 എന്ന് കൊടുത്തു, ഇതാണ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്താ? ആ ഔട്ട്പുട്ട് 100 അവിടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിച്ചു തരും, അല്ലെ? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിച്ചു തരും, അതാണ് ഔട്ട്പുട്ട്. എന്താ അവിടെ ചെയ്യുന്നത്? ഇവിടുത്തെ ഈ പ്രിന്റ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താ? അവിടെ ആ വാഷിംഗ് മെഷീനിൽ പ്രോസസ് ചെയ്യുന്നത് തുണി അലക്കലാണ്. അതേപോലെ പ്രിന്റിന്റെ ഫംഗ്ഷൻ എന്താ? നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണോ അത് യൂസർ ഔട്ട്പുട്ട് സ്ക്രീനിൽ, നമ്മൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരിക എന്നുള്ളതാണ് പ്രിന്റ് ഫംഗ്ഷന്റെ ധർമ്മം, അതിന്റെ ഡ്യൂട്ടി, അല്ല അതിന്റെ ഫംഗ്ഷൻ, പ്രോസസ്. ദാറ്റ്സ് ഇറ്റ്. ഇൻപുട്ട് കൊടുക്കുന്നു, പ്രോസസ് ചെയ്യുന്നത്. എന്താ പ്രോസസ് ചെയ്യുന്നത്? അതിനെടുത്തിട്ട് ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിച്ചു തരണം. നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതിനെ പ്രോസസ് ചെയ്ത്, മേ ബി നമ്മൾ 100 + 5 എന്നൊക്കെ കൊടുക്കുന്നു, ഇത് പ്രോസസ് ചെയ്ത് അതിനെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിച്ചു തരണം. ദാറ്റ്സ് ഇറ്റ്. അതാണ് അതിന്റെ ഡ്യൂട്ടി. ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു, ഇൻപുട്ട് കൊടുക്കുന്നു, പ്രോസസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. ഇൻഡിപെൻഡന്റ്, എവിടെ യൂസ് ചെയ്യാം, ഒന്നും അതിന്റെ ഡിപെൻഡൻസി ഇല്ല. ഈ ഫയൽ യൂസ് ചെയ്യാം, അടുത്ത ഫയൽ യൂസ് ചെയ്യാം, എനിവർ. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫംഗ്ഷനെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് ഓവർവ്യൂ കിട്ടിയെന്നായിരിക്കും. നമുക്ക് ഫംഗ്ഷനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ലെറ്റ് ബാക്ക് ടു പ്രോഗ്രാം. Okay, so print 100.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. പ്രിന്റ് 100 പ്ലസ് 200. സോ ഇവിടെ എന്ത് സംഭവിക്കുക? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആണ് 100 ആൻഡ് 100 പ്ലസ് 200 എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. ഇത് പ്രോസസ് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, 300 ആണ് ഔട്ട്പുട്ട്. സോ യു ഗോട്ട് ദ ഐഡിയ, റൈറ്റ്? ഇറ്റ്സ് വെരി ക്ലിയർ. So now let me start with string also. Hi. Okay, so let me run. Okay, hi. Multiple inputs കൊടുക്കാൻ പറ്റുമോ ഫംഗ്ഷൻ? Of course you can provide. പ്രിന്റിനും അത് പോസിബിൾ ആണ്. ഇപ്പം ഹായ് കോമ. സോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇൻപുട്സ് ഫംഗ്ഷൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? കോമ സെപ്പറേറ്റഡ്. ഓക്കെ, ഹായ് കോമ ഹലോ. സോ ഹൗ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഹായ് സ്പേസ് ഹലോ ആയിരിക്കും. ഹായ് സ്പേസ് ഹലോ. ഇനിയും കൊടുക്കാൻ പറ്റുമോ? ഇനിയും കൊടുക്കാം. ഹായ് ഹലോ ഹൗ ആർ യു. ഓക്കെ, ഹായ് ഹലോ ഹൗ ആർ യു. ജസ്റ്റ് റൺ ഇറ്റ്. ഹായ് ഹലോ ഹൗ ആർ യു. സ്ട്രിങ്ങിന്റെ കൂടെ നമ്പേഴ്സ് കൊടുക്കാൻ പറ്റുമോ? പറ്റും. ഹായ് ഹലോ ഹൗ ആർ യു കോമ 200. സോറി, സ്ട്രിങ് കൊടുക്കണ്ട, 200. ഓക്കെ, hi hello how are you 200. You're getting right, everything is fine, right? So this is all about print function, very simple. And this is all about function. I will provide you one more important point. There is a concept, formatted string. Okay, yeah, formatted string I will explain the next class. Okay, don't worry, keep it as it. I will explain one more thing. നമുക്ക് ഒരു വലിയ പാരഗ്രാഫ് പോലത്തെ സാധനം പ്രിന്റ് ചെയ്യണം എന്ന്. ഓക്കെ, അപ്പൊ ആ പാരഗ്രാഫിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. സിംഗിൾ കോട്ട്, ഡബിൾ കോട്ട്, എങ്ങനെയെല്ലാം വരും. അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് വരും, പുതിയ പുതിയ ലൈൻസിലേക്ക് വരും. നമുക്കൊരു അങ്ങനെ വരുന്ന സമയത്ത് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് പ്രിന്റിൻ്റെ അകത്ത് കൊടുത്തിട്ട് ഡബിൾ കോട്ടിൻ്റെ അകത്ത്, അപ്പൊ അവിടുത്തെ ഇഷ്യൂ എപ്പോഴാണ് വരിക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ പറയുന്നു ഹി സെഡ് ഇറ്റ്സ് റെയിനിങ്. അതായത് ഞാൻ ലെറ്റ് മീ explain that. Okay, so നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് he said it's raining എന്നാണ്. ഓക്കെ, see അണ്ടർസ്റ്റാൻഡ്, ഇതൊരാൾ പറഞ്ഞ കാര്യമാണ്, കോട്ടാണ്. അപ്പോൾ ഹി സെഡ്, കോട്ടിന്റെ ഉള്ളിലാണ് നമ്മൾ പറയുന്നത് ഇറ്റ്സ് റെയിനിങ്. ഇതേ സാധനം നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് പറ്റും? ഹി സെഡ്, പ്രിന്റിനുള്ള ഓൾറെഡി നമ്മൾ ഡബിൾ കോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹി സെഡ് കഴിഞ്ഞിട്ട് അയാൾ പറയുന്ന കോട്ട് ആയതുകൊണ്ട് വീണ്ടും ഡബിൾ കോട്ട് ഇടണം. ഓക്കെ, റൈറ്റ്. എന്നിട്ട് നമ്മൾ പറയാണ് ഇറ്റ്സ് റെയിനിങ്. ഇവിടെ ഇതിപ്പോ എറർ, ഇപ്പൊ ഈ റെഡ് ലൈൻ കാണിക്കുന്നത് തന്നെ എററാണ്. ഓക്കെ, ഈ സിംഗിൾ കോട്ട് ഇല്ലെങ്കിലും എറർ കാണിക്കും. ഇറ്റ്സ് റെയിനിങ്, ഹി സെഡ് ഇറ്റ്സ് റെയിനിങ്. ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? പ്രോഗ്രാമിന് അറിയില്ല ഈ ഇറ്റ്സ് റെയിനിങ് എന്നുള്ളത് കോട്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നൊന്നും. ഇവിടെ ഒരു സിംഗിൾ കോട്ട്, ഇവിടെ ഡബിൾ കോട്ട് ഓപ്പൺ ചെയ്യുന്നു, ഈ ഡബിൾ കോട്ട് ഇവിടെ ക്ലോസ് ആവുന്നു. അതിനുശേഷം നിങ്ങൾ വേറെ എന്തൊക്കെ എഴുതുന്നു, സ്ട്രിംഗ് കണ്ടന്റ്. ഇറ്റ്സ് റെയിനിങ് എന്നുള്ളത് സ്ട്രിംഗ് കണ്ടന്റ് ആണ്. അതിന് സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ ഒന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല. സോ എറർ, റൈറ്റ്? പ്രോഗ്രാമിന് അറിയില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്, അല്ലെ? അത്രമാത്രം ഇന്റലിജന്റ് അല്ല. ഹി സെഡ് കൊടുത്തിട്ട് ഇറ്റ്സ് റെയിനിങ്ങിന്റെ കോട്ട് മറ്റേ കോട്ടുമായിട്ട് ക്ലോസ്ഡ് ആയി പോകുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ പല ഇഷ്യൂസും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ട്രിപ്പിൾ കോട്ട്. വെരി സിമ്പിൾ, പക്ഷേ കൂടുതൽ ആൾക്കാർക്കും അറിയാത്ത ഒരു ടെക്നോളജിയാണ്, ഒരു ടെക്നിക്കാണ്. ഓക്കെ, ട്രിപ്പിൾ കോട്ട്. എന്ത് ചെയ്താൽ മതി? 3 പ്രാവശ്യം കോട്ട് പ്രസ് ചെയ്യുക. 1 2 3. ഓക്കെ, വൺ മോർ ടൈം. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ സിംഗിൾ കോട്ടാണോ ഡബിൾ കോട്ടാണ് ഏതായിക്കോട്ടെ, ഒരു പ്രാവശ്യം ഞെക്കുക, രണ്ടാമത് ഞെക്കുക, 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. യു ഗോട്ട് ഇറ്റ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് എന്തും എഴുതാം. ഹി സെഡ് ഡബിൾ കോട്ട്. ഓക്കെ, ഇറ്റ്സിന് നമ്മൾ അപ്രോസ്ട്രോഫി കൊടുക്കുന്നത് അത് കൊടുക്കാം. ഇറ്റ്സ് റെയിനിങ്. ഓക്കെ, നോ എറർ വിൽ കം. ദിസ് ഈസ് ആക്ച്വലി നോൺ ആസ് ട്രിപ്പിൾ കോട്ട്.
he said it's raining. So നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതേ സാധനം കിട്ടിയിട്ടുണ്ട്. Clear? So this is all about print statement. So triple quote is somewhat good topic. I mean new topic. നമുക്ക് പഴയ പൈത്തണിലൊന്നും ഇല്ലാത്ത ഒരു കൺസെപ്റ്റ് കൂടിയാണ് ട്രിപ്പിൾ കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഐ വിൽ ഗിവ് യു എ ക്വസ്റ്റ്യൻ ആൻഡ് ആ ക്വസ്റ്റ്യനോട് നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ പ്രിന്റ്, ഓക്കെ, print 100 plus 200. What will be the answer? You know, നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്, 300 ആണ് അല്ലെ. ആൻഡ് ചെയ്തു നോക്കാതെ നമ്മൾ ആദ്യം അസംഷൻ നിങ്ങൾ അസ്യൂം ചെയ്തിട്ട് പറയണം, എന്നിട്ട് ചെയ്തു നോക്കുക, എന്നിട്ട് ഔട്ട്പുട്ട് കിട്ടിയാൽ എന്താ കാരണം എന്ന് ആലോചിച്ച് നോക്കുക. ആൻഡ് ജസ്റ്റ് ഡു കമന്റ് ഓൺ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, 100 പ്ലസ് 200. ജസ്റ്റ് ഗസ് എന്താ ഔട്ട്പുട്ട് കിട്ടാന്ന് ഗസ് ചെയ്ത് നോക്കുക ആദ്യം, എന്നിട്ട് ചെയ്ത് നോക്കുക, കിട്ടിയ ഔട്ട്പുട്ട് എന്തായിരിക്കും അങ്ങനെ വരാൻ കാരണം എന്ന് കമന്റ് ചെയ്ത് നോക്കുക. I will explain in the next class. Till then, bye.